ശ്രീ ബിനോയ് വിശ്വം ഇപ്പോൾ അദ്ദേഹത്തെ ഓർമ്മിക്കാനായി ടെലിഫോണിൽ. ശ്രീ ബിനോയ് വിശ്വം, ബുദ്ധദേവ് ഭട്ടാചാര്യ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ എങ്ങനെ ഓർക്കുന്നു താങ്കൾ? മുത്തതായുടെ പാർട്ടിയിൽപ്പെട്ട ആളല്ല ഞാൻ. പക്ഷേ മുത്തതായെ പറ്റി ഒരുപാട് നല്ല ഓർമ്മ എനിക്കുണ്ട്. നേതാവായിട്ടുള്ള ഓർമ്മയല്ല. എന്റെ ആദ്യത്തെ കൂടിക്കാഴ്ച അദ്ദേഹവുമായിട്ട് 1980-ലാണ്. എന്റെ വിചാരം, എന്റെ ഓർമ്മ, അദ്ദേഹം അന്ന് ബംഗാളിലെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രിയാണെന്നാണ്, ജ്യോതി ബാസു ഗവൺമെന്റിൽ. അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റുമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അന്ന് സോവിയറ്റ് യൂണിയനിൽ ഒരു സംയുക്ത ഡെലിഗേഷൻ പോയി. AIYF, AISF, DYFI, SFI നേതാക്കളുടെ ഒരു സംയുക്ത ഡെലിഗേഷൻ പോയി അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ലീഗിന്റെ ക്ഷണപ്രകാരം. ആ സംഘത്തിലെ പ്രധാനിയായിരുന്നു ബുദ്ധത. ഞാനതിൽ ചെറിയ അംഗമായിരുന്നു. പ്രായം കൊണ്ടും അനുഭവം കൊണ്ടൊക്കെ ചെറിയ ആളായിരുന്നു. ഇങ്ങനെ AISFന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയുമായിരുന്നു. അപ്പോ അന്നത്തെ കാലത്ത് CPI-CPM ബന്ധത്തിന്റെ ഒരു സംഘർഷഭരിതമായ കാലം കഴിഞ്ഞ് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബന്ധത്തിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നു. ഊഷ്മളമായൊരു സ്നേഹബന്ധത്തിന്റെ ആരംഭമാണ് പാർട്ടികൾ തമ്മിൽ. അതുകൊണ്ട് തന്നെ ആ സംഘത്തെ യാത്രയ്ക്ക് വലിയ അർത്ഥമുണ്ട്. രാഷ്ട്രീയമായിട്ടും ഉണ്ടായിരുന്നു, വൈകാരികമായും ഉണ്ടായിരുന്നു. ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് ഏകദേശം ഞങ്ങൾ 10 ദിവസം ഉണ്ടായിരുന്നു പ്രകൃതിയുടെ പല ഭാഗത്ത്. അദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഒന്ന്, വളരെ ക്ലാരിറ്റി അദ്ദേഹത്തിനുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും, രാഷ്ട്രീയ കാര്യങ്ങളിൽ. അദ്ദേഹത്തിന്റെ സംയുക്ത കൂടിക്കാഴ്ചകളിലൊക്കെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പ്രസംഗിച്ച ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു ബുദ്ധത. അദ്ദേഹം എല്ലാ കൂടിക്കാഴ്ചകളിലും പറഞ്ഞൊരു കാര്യം എന്റെ മനസ്സിലുണ്ട്, അതിഞ്ഞതാണ്, അതിപ്പോഴും ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ദ ട്രയംഫ് ഓഫ് സോഷ്യലിസം ഈസ് ഇൻഎവിറ്റബിൾ ആസ് ഷുവർ ഓഫ് ടുമോറോസ് സൺഷൈൻ. അദ്ദേഹം എല്ലാവർക്കും പറയുന്നു. അതുപോലെ നാളത്തെ സൂര്യോദയം പോലെ ഉറപ്പാണ് സോഷ്യലിസത്തിന്റെ വിജയം, എല്ലാവർക്കും പറയുന്നത്. ഈ ഒരു ആശയപരമായിട്ടുള്ള ആത്മവിശ്വാസം, സോഷ്യലിസത്തിന്റെ വിജയത്തിലുള്ള ആത്യന്തികമായിട്ടുള്ള നിരുപാധികമായിട്ടുള്ള ഉറപ്പ്, ഇതാണ് എന്റെ മനസ്സിൽ തോന്നിയ ബുദ്ധദേവ് ഭട്ടാചാര്യ. പിന്നെ അദ്ദേഹം ബംഗാൾ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട പ്രതീകമായി മാറി. ജ്യോതി ബാസുവിന്റെ ഭരണാധികാരിയായിരുന്നു ബംഗാൾ വ്യക്തിന്റെ മുഖമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ബംഗാളിനെ പറ്റി ഒരുപാട് സ്വപ്നം കണ്ട മനുഷ്യനാണ്.